ശ്രീകേഷ്, നിലവിലെ അവസ്ഥ ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നിലവിലെ അവസ്ഥ എന്താണ്? സിജി, വലിയൊരു അപകടമാണ് ഇന്ന് പീച്ചി ഡാമിൽ നടന്നത്. 3 വിദ്യാർത്ഥിനികളുടെ നില ഗുരുതരമാണ്. മൊത്തം 4 വിദ്യാർത്ഥിനികളാണ് പീച്ചി ഡാമിൽ അപകടത്തിൽപ്പെട്ടത്. പീച്ചി ഡാമിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. പീച്ചി ലൂർദ് മാതാ പള്ളിപ്പെരുന്നാൾ നടക്കുകയായിരുന്നു. അപ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു വിദ്യാർത്ഥിനികൾ. 4 വിദ്യാർത്ഥിനികളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ്. ഇവിടെയാണ് ആ 4 വിദ്യാർത്ഥിനികളെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 3 വിദ്യാർത്ഥിനികളുടെ നില അതീവ ഗുരുതരമാണ്. അവരെ ഇപ്പോൾ നേരത്തെ വെന്റിലേറ്ററിൽ മാറ്റിയിരുന്നു. ഇപ്പോൾ ഇനി സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ ICUയിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത്. എന്തായാലും ആ വിദ്യാർത്ഥിനികളുടെ പേര് ഞാൻ പറയാം. 3 പേർ പട്ടിക്കാട് സ്വദേശി ആണ്. ഒരാൾ പീച്ചി സ്വദേശിയാണ്. പീച്ചി സ്വദേശിനി തെക്കേക്കര നിമയുടെ വീട്ടിലേക്ക് വിരുന്നെത്തിയതായിരുന്നു 3 വിദ്യാർത്ഥിനികൾ. അവരുടെ പേര് പട്ടിക്കാട് ചാണോത്ത് സ്വദേശികളായ പാറശ്ശേരി വീട്ടിൽ ആൻഗ്രേസ്, അലീന ചുങ്കത്ത് പട്ടിക്കാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ എറിൻ മുരിങ്ങാത്തുപറമ്പ്. 3 പേരും 16 വയസ്സുള്ളവരാണ്. തൃശ്ശൂർ സെൻറ്റ് ക്ലേസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. നിമയുടെ സഹോദരി ഹിമ ഇവരുടെ സഹപാഠിയാണ്. അങ്ങനെ ആ പള്ളി പെരുന്നാളിന് എത്തിയതായിരുന്നു. അങ്ങനെ പീച്ചി ഡാമിലേക്ക് കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. തെക്കേക്കുളം ഭാഗത്താണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ തന്നെ സെൽഫി എടുക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് അറിയുന്നത്. 15 മിനിറ്റിൽ തന്നെ ഇവരെ രക്ഷപ്പെടുത്തി ആംബുലൻസ് ഡ്രൈവർമാർ ഇവിടെ എത്തിക്കുകയായിരുന്നു. ബന്ധുക്കളും വീട്ടുകാരും നിൽക്കുമ്പോഴാണ് ഈ കുട്ടി ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത്. ഭീതി പരത്തരുതെന്നാണ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഇപ്പോൾ 3 വിദ്യാർത്ഥിനികൾ ഗുരുതരമായ നിലയിലും 1 വിദ്യാർത്ഥി രക്ഷപ്പെട്ടിരിക്കുക. അതായത് വലിയ അപകടമില്ല, അപകടനില തരണം ചെയ്തിരിക്കുന്നു. പക്ഷേ 3 വിദ്യാർത്ഥിനികളുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് വിദ്യാർത്ഥിനികളുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ? സങ്കടകരമായിട്ടുള്ളൊരു പൊതുസ്ഥിതി ഉണ്ടെന്നറിയാലോ. നേരത്തെ ഇവിടെ വന്നു ചേരുമ്പോൾ തീരെയും പൾസില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരാളുടെ സ്ഥിതി കുറച്ചധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. 3 പേരെ ക്രിട്ടിക്കൽ കെയർ ICUയിലേക്ക് മാറ്റുകയാണ്. ഇവിടെ ഈ ജൂബിലി ആശുപത്രിയിൽ രൂപീകരിച്ചിട്ടുള്ള സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ ICUയിലേക്ക് മാറ്റുകയാണ്. 3 പേരുടെയും പൊതുസ്ഥിതി ചെറിയൊരു ആശ്വാസത്തിന് വക നൽകുന്നത് ചെറിയ രീതിയിൽ പൾസ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വിധത്തിൽ ശുഭാപ്തിവിശ്വാസത്തോടെ നമുക്ക് നിൽക്കാം. സർക്കാർ ഈ കാര്യങ്ങൾ കൂടിയാലോചിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയായും മുഖ്യമന്ത്രിയായും ഞാൻ ഫോണിൽ കാര്യം സംസാരിച്ചിരുന്നു. സർക്കാരിന് വേണ്ടി ഈ കാര്യങ്ങൾ ഇവിടെ നന്നായി ട്രീറ്റ്മെൻറ്റും അതിൻ്റെ സംവിധാനങ്ങളും നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകളുള്ള നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു സ്ഥലമാണിത്. അത് വളരെ ഗുണകരമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഒരു ഇവാലുവേഷന് വേണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ ഞാൻ അവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അശോകന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അറിയിക്കാമെന്നും വളരെ പെട്ടെന്ന് അവർ വന്ന് ഒരു ഇവാലുവേഷൻ നടത്താം എന്നും നമ്മൾ ധരിച്ചിട്ടുണ്ട്. 8 മണിയാകുമ്പോഴേക്കും നമുക്ക് ഒരു ബുള്ളറ്റിൻ കൂടി പുറത്തിറക്കാം. ഇവിടെ ഇപ്പോൾ ഒരു മെഡിക്കൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്, മെഡിക്കൽ ബോർഡ് പോലെ. അപ്പോൾ അവർ തുടർച്ചയായിട്ട് ഒരു വിഭാഗത്തിൽ മാത്രമല്ല, ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് കാർഡിയാക് ഉൾപ്പെടെ നേരത്തെ വരുമ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഹാർട്ട് അറസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൾസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. ഹാർട്ട് അറസ്റ്റ് നേരത്തെ ഒരു സ്വഭാവം കാണിച്ചതുകൊണ്ട് കാർഡിയാക് സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പൂർണ്ണമായും അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീമാണ് ഈ പരിപാടികളെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി ഇന്നത്തെ പരിപാടികളെല്ലാം ക്യാൻസലാക്കി ഇതോടൊപ്പം ഉണ്ട്. കുട്ടികൾ രക്ഷപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആശയം. വേഗം ഭേദമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതെ, ശുഭകരമായ വാർത്തയ്ക്ക് തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:20 തൃശ്ശൂർ പീച്ചി ഡാമിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെടുന്നത്. അതിൽ 3 വിദ്യാർത്ഥിനികളുടെ നില ഗുരുതരമാണ്. കാരണം കൊണ്ടുവരുമ്പോൾ 3 വിദ്യാർത്ഥിനികൾക്ക് പൾസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടായിരിക്കുന്നു. കാരണം ഇപ്പോൾ മന്ത്രി അടക്കം പറയുന്നു. അതുപോലെ തന്നെ നേരത്തെ ജൂബിലി മിഷൻ ഡയറക്ടർ ഫാദർ ഡെന്നി മുണ്ടൻകുര്യനും അതുപോലെ തന്നെ ഡോക്ടർമാരും ഒക്കെ പറഞ്ഞത് ശുഭകരമായ വാർത്ത തന്നെയായിരിക്കും. 3 വിദ്യാർത്ഥിനികളുടെ നിലയിൽ മാറ്റമുണ്ട്.
എന്തായാലും നമുക്ക് ആ ശുഭകരമായ വാർത്തയ്ക്കായി കാത്തിരിക്കാം സിജി.